ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. എനിക്ക് ദൈവിക കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ദൈവത്തെക്കുറിച്ചും പറയാൻ മനസ്സുണ്ടോ, എനിക്കതിന് സമയമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ദൈവം അയച്ച വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അതുപോലെ ദൈവം അയച്ച വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ, ഒരു വ്യക്തിയോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ആത്മശോധന ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവം അയച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കുളിർമയുടെയും വാക്കുകൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ദൈവം അയച്ച വ്യക്തിയാണ്. തല്ലുപിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുശുമ്പ് കുത്തുന്നത്, അസൂയ ഉണ്ടാക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, അങ്ങനത്തെ വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ദൈവം അയച്ച വ്യക്തിയായിട്ട് ഞാൻ മാറുക? നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവം അയച്ച വാക്കുകളാണ്, ദൈവം അയച്ച വ്യക്തിയുടെ വാക്കുകളാണ്. ഒന്ന് ചിന്തിക്കുക, ആത്മശോധന ചെയ്യുക.